ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് എക്സാമിന്റെ റിവ്യൂ ആണ്, പബ്ലിക് എക്സാം റിവ്യൂ ആണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ, ഇത്തിരി കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ലാംഗ്വേജ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ എക്സാമിന്റെ പേപ്പർ ഇതാണ്. സംസ്കൃതവും അറബിയും മലയാളവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ എക്സാം പേപ്പർ ഇതാണ്. യെസ് ഗൈസ്, ഞാനപ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ പറയുന്നുണ്ട്. അതുകൂടാതെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഗൈസ്. ടൈം മാനേജ്മെന്റ് ഈ പ്രാവശ്യം ഞാൻ ഇന്നലെ ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഹിന്ദിയുടെ ആ ഒരു ടൈം മാനേജ്മെന്റ് കാരണം ഞാൻ ഇന്ന് നേരത്തെ എഴുതി. എന്ന് വെച്ചാൽ 3:15 വരെ ഉള്ളൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 3 മണി വരെ ആയിരിക്കും. കാര്യം 1/4 മണിക്കൂർ ലേറ്റ് ആണല്ലോ. ലേറ്റ് അല്ല, എന്താ 1/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം എന്താ പറയാ 3 മണിക്ക് മുമ്പ് തീർത്തു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ 3:15 വരെ ടൈം ഉണ്ടെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നിട്ട് ബാക്കിയുള്ള ടൈമൊക്കെ വായിച്ചൊക്കെ നോക്കി, ക്വസ്റ്റ്യൻസ് എഴുതി, അങ്ങനെയൊക്കെ ഇരുന്നു. ശരിക്കും ഞാൻ എന്താ പറയാ ഒരു ഫൂളായി പോയ പോലെ എനിക്ക് തോന്നി. എന്താ പറയാ, മുമ്പത്തെ ഹിന്ദി എക്സാമിന് 1/4 മണിക്കൂർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എഴുതാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയതല്ല, എഴുതാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ വരണ്ടാന്ന് വിചാരിച്ചിട്ട് മലയാളമാണെങ്കിൽ കുറെ എഴുതാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതാനുള്ളത് കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഈ ഒരു 3 മണിക്ക് മുമ്പ് പെട്ടെന്ന് എഴുതി തീർക്കാന്ന്. അങ്ങനെ എഴുതി തീർത്തപ്പോഴാണെങ്കിൽ 3:15 വരെ ടൈം ഉണ്ടെന്ന്. അപ്പൊ പിന്നെ എന്താ പറയാ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി. പിന്നെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ ഒരെണ്ണം എഴുതുള്ളൂ കേട്ടോ, മറ്റേത് എഴുതിയില്ല. 10th B എഴുതിയില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വായിച്ചിട്ട് നോക്കി, സെറ്റ് ആയിരുന്നു. അപ്പോ ഞാൻ ടോട്ടലി 5 പേപ്പർ എടുത്തു, 5 പേപ്പേഴ്സ് എടുത്തു. ശരിക്കും 6 പേപ്പർ എടുക്കായിരുന്നു. ക്വസ്റ്റ്യൻ മറ്റേതുകൂടി എഴുതിയിരുന്നെങ്കിൽ 6 പേപ്പർ എടുക്കായിരുന്നു. പക്ഷെ 5 പേപ്പർ മതി എന്ന് എനിക്ക് തോന്നി. എനിക്ക് ക്വസ്റ്റ്യനിൽ ഇത്തിരി കൂടി ഇതായിട്ടുള്ള എന്ന് വെച്ചാൽ എഴുതാൻ പറ്റിയതാണ് ഞാൻ എഴുതിയത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ആൻസർ പറയാം. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് മീനിങ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദുഃഖമാണ് കേട്ടോ ആൻസർ. രണ്ടാമത്തത് ചേർത്തെഴുതുക, അതില് തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാക്കക്കൂട്ടം ആണ് അതിലെ കറക്റ്റ് ആൻസർ. D ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് ആൻസർ വന്നിട്ട് C ആണ്. പിന്നെ ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ ഗൈസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനില് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പൊ പെട്ടെന്ന് എഴുതിപ്പോയി. അപ്പൊ ഫസ്റ്റ് ഞാൻ A ആണ് എഴുതിയത്, ഉടമസ്ഥനെ എന്നുള്ള ഒരു ആൻസറാണ് എഴുതിയത്. ശരിക്കും ആൻസർ വന്നിട്ട് C ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, 1 മാർക്കാണ് പോയത്. എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോ കറണ്ടിന്റെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യനില് A ആണ് ആൻസർ. ഭാര്യയുടെ മരണം സൃഷ്ടിച്ച വേദന. ഓക്കെ ഗൈസ്, അതാണ് ആൻസർ. പിന്നെ 5ാമത്തത് എഴുതിയിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ആയിരുന്നു അത്. പിന്നെ 3 ലഘുവാക്യാക്കി എഴുതാനല്ലേ പറഞ്ഞു. അപ്പൊ 3 വാക്യാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാല് അമ്മയുടെ ശബ്ദം ഇടറുകയും, അതൊരു സെന്റൻസ്. അമ്മയുടെ ശബ്ദം ഇടറി, അതൊരു സെന്റൻസ്. അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തു, അതൊരു സെന്റൻസ്. പിന്നെ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ, അത് 3ാമത്തെ സെന്റൻസ്. അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ മീനിങ് പറയാനായിരുന്നു. പിന്നെ മീനിങ് അല്ല, സവിശേഷതകൾ അതുകൂടി കൂട്ടിയിട്ട്. ഓക്കെ ഗൈസ്, പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ A B ഉണ്ടായിരുന്നു. അതിൽ ഞാൻ A ആണ് ഞാൻ എഴുതിയത്. B ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ടൈം കിട്ടി, അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെച്ചു. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്തു പോയി. കാര്യം എന്താണെന്ന് വെച്ചാല് എന്താ പറയാ, ഓരോ ഇതുപോലത്തെ എന്താ പറയാ, അത് തന്നെ ഇതുപോലത്തെ വചനങ്ങള്, ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പം ഗുരുവചനങ്ങൾ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്തിരി ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയത്, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ചിരിയുടെ അരങ്ങേറ്റം, ചാർലി ചാപ്ലിൻ, അത് എഴുതി. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ A ആണ് എഴുതിയത്. എനിക്ക് ഇത്തിരിയുടെ അറിയാവുന്നത് അച്യുതമാമയുടെ ആയിരുന്നു. B നമുക്ക് അറിയാട്ടോ, പക്ഷെ എഴുതാൻ ടൈം കിട്ടിയില്ല. 3:15 വരെ ഉണ്ടായിരുന്നുള്ളൂല്ലോ. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ മിക്കവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീച്ചർ വന്ന് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞങ്ങൾ എല്ലാവരും ചോദിച്ചു. അപ്പൊ അതുകൊണ്ട്
11ാമത്തെ ക്വസ്റ്റ്യൻ വന്ന് പറഞ്ഞു അതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതാനാണെന്ന്. എന്ന് വെച്ചാല് ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇവിടെ മുതലുള്ള പാരഗ്രാഫ് ഇതുണ്ട്, പിന്നെ ബാക്കിലത്തെ പേജിലുണ്ട് ഇത്തിരി കൂടി കണ്ടോ. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതാൻ. ഷോർട്ട് മീൻസ് നമുക്ക് മനസ്സിലായത് എല്ലാം കൂടി ഇങ്ങനെ വായിച്ചിട്ട് പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അത് എഴുതിയിട്ടുണ്ട്. പിന്നെ 12ാമത്തെ 7 മാർക്കിന്റെ ഞാൻ ശരിക്കൂലേ 12ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടാണ് ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയത്. എനിക്ക് ഈ 11ാമത്തെ ഡൗട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. അത് എത്ര എഴുതിയെന്ന് വെച്ചാല് ഒരു പേജിന്റെ ഇപ്പുറവും പിന്നെ വേറൊരു പേജിന്റെ പകുതി, അങ്ങനെയാണ് എഴുതിയത്. അപ്പോ അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പൊ ഞാൻ അങ്ങനെ എഴുതി. പിന്നെ ആണെങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ 11ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യന്റെ ബിയാമത്തെ എഴുതണം എന്നില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയാമത്തെ നന്നായിട്ട് എന്നെ തകർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ബിയാമത്തെ എഴുതാൻ ആ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് എഴുതിയില്ല. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്നു. സോ ഹാപ്പി. ആൻഡ് എനിക്ക് ആകെ ഒരു 1 വേർഡ് തെറ്റിയുള്ളൂ. പക്ഷെ വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി ടീച്ചറിന്റെ കയ്യിലാണ്. ടീച്ചർ എങ്ങനെയാണോ മാർക്ക് ഇടുന്നത് അത് സ്വീകരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും 30ന് മേലെ ഉണ്ടാവും കേട്ടോ, എനിക്ക് അത്രക്ക് ഉറപ്പാണ്. ഞാൻ ഈ എന്താ പറയാ നമ്മുടെ 3 or 4 വാക്യത്തിൽ എഴുതാന്ന് പറഞ്ഞില്ലേ, അത് ഞാനൊരു പകുതി എഴുതി വെച്ചിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടി. ഞാൻ സാധാരണ വിചാരിച്ച എന്താണെന്നറിയോ, ഇത്തിരി ടൈം ഉള്ളൂ അതിനെങ്ങനെ എഴുതി തീർക്കുന്നതായിരുന്നു. പക്ഷെ എന്റെ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ആക്കി ആ ഒരു 15 മിനിറ്റില്. പിന്നെ 8, 9, 10 ഒക്കെ വേറെ 15 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കി. പെട്ടെന്ന് എനിക്ക് ഐഡിയാസ് തലക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റി. അപ്പം ഞാൻ ഈ ഒരു 3 or 4 വാക്യത്തിൽ എഴുതാൻ പറഞ്ഞത് ഹാഫ് എഴുതി വെച്ചു. പിന്നെ ആണെങ്കിൽ അരപ്പുറം എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ, എന്ന് വെച്ചാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അത് ഞാൻ 1 പേജ് എഴുതി വെച്ചു. പിന്നെ മറ്റേത് ഞാൻ 2.5 പേജ് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് 30ന് മേലെ എന്തായാലും കിട്ടും. ചിലപ്പോൾ 35ന് മേലെ ആയിരിക്കും. എന്തായാലും സോ ഹാപ്പി. ഈ ഒരു എക്സാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയാം. ഇംഗ്ലീഷിന്റെ സ്റ്റഡി വ്ലോഗ് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുറെ അപ്ലോഡ് ആക്കും കേട്ടോ. കാര്യം ഗ്രാമറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. സോ ബൈ ഡിയേഴ്സ്, ബൈ ഫ്രം നവൂസ്.